വേണ്ട തല്ലിയിട്ടതിന്റെ കേറ്റലൊന്നും വേണ്ട മനസ്സിലായ കക്കാശിയെ നിന്നെ കക്കൂസായിക്കാൻ കൊണ്ടുവരാ ഇപ്പം തൂക്കിയെടുത്ത് ജോണിയപ്പാപ്പോ പിള്ളാരെ തല്ലിട്ടങ്ങ് നേരെ നിക്കാതെ വിചാരിച്ചോ നമുക്ക് പുതിയ ഗ്യാങ്ങിനെയൊക്കെ വിഷയാണെന്നുള്ള രീതിയിൽ പോയൊക്കെ തല്ലിയാലോ മനസ്സിലേ അതല്ല നമുക്കത് ശീലമായ പോലെയാണോ ലൊക്കേഷൻ എവിടെ ആയിട്ടാ വരുന്നേ വേണ്ട തല്ലിയിട്ടതിന്റെ കേറ്റലൊന്നും വേണ്ട മനസ്സിലായ കക്കാശിയെ നിന്നെ കക്കൂസായിക്കാൻ കൊണ്ടുവരാ ഇപ്പം തൂക്കിയെടുത്ത് ദൈവത്തെ ഓർത്തി വണ്ടി എടുത്തത് പോണ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ അടുത്ത് എടാ പറയടാ സ്നേഹിപ്പേ തോളത്ത് കയറ് അണ്ണാ അത് സംഭവിച്ചത് നീലനും ഇറ്റാച്ചിയും വണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. അപ്പൊ ഇവിടെ ഡെഞ്ചിന്ന് ഉള്ളൊരു പ്ലെയർ ജോണിയപ്പാപ്പോ പിള്ളാരെ തല്ലിട്ടങ്ങ് നേരെ നിക്കാതെ വിചാരിച്ചോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. എന്നിട്ട് അവൻ നീലനെ അടിച്ചിട്ട് അപ്പൊ അവനെ അടിച്ചിട്ട് ഇല്ല അവര് ആളറിഞ്ഞൂടാ അവർക്ക് അറിയാലോ കേറാ വേറെ വള്ളി പിടിക്കാൻ പോട്ടെ നമ്മളെ എന്നാ അണ്ണു കയറിട്ട് അണ്ണുന്റെ ബാക്കിലായാലും കയറിയടി അണ്ണു കയറി ഞാൻ കയറി ഒരാളോടെ കേറ് രാണ കേറ് രാണോ നീ ഒന്ന് മാറിക്കൂടെ കേറ് ഓക്കെ ഓക്കെ നമുക്ക് നേരെ ഊത്താണ് ലക്ഷ്യം. ടർഫ് വിളിച്ചു ഊത്ത് പോയി ഊത്ത് ടർഫ് വിളിച്ച് അപ്പോഴേ പോയി ഇറങ്ങി അവിടെ വെച്ചേ അവിടെ മഴ ഇടിയൊക്കെ ഉണ്ട്. എന്തൊക്കെയാണോ നമുക്ക് പുതിയ ഗ്യാങ്ങിനെയൊക്കെ വിഷയാണെന്നുള്ള രീതിയിൽ പോയൊക്കെ തല്ലിയാലോ മനസ്സിലേ അതല്ല നമുക്കത് ശീലമായ പോലെയാണോ അണ്ണു ലാസ്റ്റ് നമ്മള് തല്ലി എന്നാ 28 ദിവസം മുമ്പ് ആലോചിച്ചേ 28 ദിവസം മുമ്പ് തല്ലിയതാണോ? ആ പിള്ളേർക്കൊക്കെ ഒരു ഫോം അങ്ങ് പോത്തില്ലേ ഞാനൊരു കാര്യം ചെയ്യാൻ തരുന്ന സെറ്റ് ചെയ്തില്ല പോന്ന എന്തേലും കിട്ടണ്ട ഇതിപ്പോ ടി വി എന്ന് അറിയുമ്പോഴേ മനസ്സിലായ ഓ ടി ജി ആയിട്ടൊന്നും അടിക്കില്ല. ഞാൻ ജോസൂട്ടി ഭയങ്കര മച്ചാന്ന് ഇല്ല ടി ജി ആയിട്ടൊന്നും ടി വി എന്ന് അറിയുമ്പോഴെന്ന് പറഞ്ഞേ അങ്ങനെ കൊള്ളാം ഫോട്ടോ പിന്നെ എടാ എന്റെ കൂടെ കാര്യം നടക്കണേ. ഞാൻ ഭയങ്കര വള്ളിമീൻ്റെ ആയിട്ട് പേരെന്തോടാ എന്താണ് കോച്ചാടെ വിട്ടില്ലണ്ണോ ഇങ്ങനെ മെറ്റി ഇടിച്ച് പറയുന്ന വരും അണ്ണു രണ്ട് പറയണോ അണ്ണു അവനെ ആ വണ്ടി വരുന്നുണ്ട്. ഹലോ 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 എന്താണോ മോനെ ഇടിച്ചിട്ടായിരുന്നോ? ക്ഷമിച്ചിനി കാല് പിടിക്കണോ? എന്റെ കാല് പിടിക്കണോ? ഓ ഇങ്ങോട്ട് തിരിച്ചെന്തെങ്കിലും പറയണ്ടേ? സൗകര്യം ഇല്ല മച്ചാനെ. നീ ഗ്യാങ്ങാണോടാ മോനെ? ഗ്യാങ്ങാണോ? എന്താടാ ഗ്യാങ്ങാണോ?
ഗ്യാങ്ങാണോ? ആ എന്നാ പിന്നെ നീ സിറ്റിസണായിട്ട് എത്ര സക്കറിനായിട്ട് കൊടുത്താലടാ അവന് ഇച്ചി പോലുള്ള പയ്യൻ ഫ്രണ്ടിൽ നിന്ന് മാറോ? റേഡിയോ എന്തോ പറഞ്ഞോ? റേഡിയോ ഹിറ്റ്മാനിന്റെ കാർ ഞാനൊരു കേവ് ആയിട്ടുണ്ട് തല്ലായിരുന്നു. നമ്മുടെ ആദ്യം ഉണ്ടല്ലോ രായണ്ണ, ഈ TDM ഉണ്ടല്ലോ, TDM ഈ TDM അങ്ങ് നിരോധിക്കണം. എന്നാ ഇവിടുത്തെ എല്ലാ ഗ്യാങ്ങും വരും. ഹലോ ഹലോ രായണ്ണൊക്കെ ചത്തു വേണു. നമ്മളെ രണ്ടരേ ഉള്ളു. അതുകൊണ്ട് നമ്മള് പിള്ളേർക്കൊരു കീച്ച മള്ളി എടുത്തം കൊടുക്കുന്നത്. എന്താ പറയുക അണ്ണു? റോങ് സൈഡ് ആയിരുന്നത്. കണ്ണാപ്പി 18 PL ആയേ. 27. എനിക്ക് 27. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂടുമെന്ന് തോന്നുന്നു. ഉയരം കൂടും തോറും BL കൂടും. ഇവിടാണ് അണ്ണു. ഇവിടെ അണ്ണു സത്യം പറഞ്ഞ ഈ വള്ളി ഒന്നും വരാത്തതിന്റെ മെയിൻ കാരണം എന്താ അറിയാമോ? 24 മണിക്കൂർ ഈ കോമ്പറ്റീഷൻ മൈൻഡ് ഇരുന്ന് TDM കളിച്ചോണ്ടിരിക്കുക. പോയി 2 ബോംബ് കിടാവുന്ന ഇല്ല, TDM നമ്മൾ അതിന്റെ TDMയുടെ വാതിക്കെ എമ്മാര് കേറാൻ നിൽക്കുമ്പോഴാണ് ഇപ്പൊ എന്റെ ചൊറിയിൽ. ഞാൻ ഇതുവരെ TDM കളിച്ചിട്ടില്ലടോ. അത് വേണം അണ്ണു. അണ്ണൊക്കെ ഓൾവേസ് പ്രൈം അല്ലേ അണ്ണു? TDM കളിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് TDM കളിച്ചാലോ? ഓ ഞാൻ വരാം. ആൾക്കാർക്ക് ചിരിക്കാൻ പക്ഷെ ഇപ്പോഴത്തെ വില്ലുവിനെ കാണുന്നില്ല. വില്ലു അടിച്ചു. ബ്രോ പേരെന്താ ബ്രോ? കുടിച്ചോണ്ട് നടക്കുന്നത്. ബ്രോ ബ്രോ പേരെന്താ? ബ്രോ coming for a 1v1 bro? Oh my god. You wanna come for a 1v1? Enjoy. No. ബ്രോയുടെ പേരെന്താ? Taiko. Coach, we'll play. Gang ഏതാ? 2v2. Room 2v2. ബ്രോയുടെ അപ്പൊ ഇടാൻ പറ്റൂല റൂം. ബ്രോയുടെ ഗ്യാങ് ഏതാ? Room ഇന്നും വന്നിട്ടില്ല. മച്ചു പോവാതെ. മച്ചു പേരെന്താണ്? ഒന്ന് സംസാരിച്ചിട്ട് പോടാ. ഗ്യാങ്ങാ? ഏത് ഗ്യാങ്ങാ? CM ആണോ? ബ്രോ ബാഗ് ഉണ്ടോ കയ്യില്? ബാഗ് തമിഴ്നാട് CM ഇല്ലാത്ത വെയിറ്റ് ആണല്ലോടാ ഗ്യാങ് പേര് പറയുമ്പോഴത്തേക്ക്. ബാഗ് ഉണ്ടോ? ഇതിന്റെ അകത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. അണ്ണു ഏതാണു ടെർഫ് ഏതാണു വിളിച്ചേ? ഓക്കെ സെറ്റ്. എവിടെ പോയാലും CM മാത്രം. ഊത്തേ പപ്പ ഊത്തേ പപ്പ ഊത്തേ പപ്പ ഊത്തേ. Hello. Viene. Ute, ubapta ute. Ubappa ute. Ute. അണ്ണേ വാ നു. കോച്ച് കേറി കോച്ച്. ഓടിക്കും കോച്ച്. എന്തുവാ കോച്ച്? കോച്ച് വാ. അണ്ണു എന്തുവാ DHOയും അത് പൊട്ടനൈഡിയാടാ. നമ്മളത് അവരുടെ ഇന്റർഫിയർ ഞാൻ പൊട്ടനൈഡിയ. എന്റെ X6 അതിലും കിടില ഓർമ്മണ്ടാ. പ്ലീക്ക ബാങ്കിന് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ?
പ്ലീക്ക ബാങ്കിന്റെ അത് വലിയൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? പണ്ട് ഗ്യാങ്ങിൽ ഇല്ലാത്തോണ്ട് കാലൻ ജോസിനെ വിട്ട് വള്ളി എടുപ്പിച്ചിട്ടേ അവനെ തല്ലിയ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ കയറി ചൊറിഞ്ഞ് നീ വള്ളി ഉണ്ടാക്കാൻ നോക്കിയവനല്ലേ നീ നമ്മളങ്ങ് ഊല്ലേ കോടാലിക്ക് വെട്ടി വള്ളി ഉണ്ടാക്കിയവനല്ലടാ നീ പണ്ട് കാലൻ ജോസിനെ ഇട്ട് തല്ലാ വിട്ട് പണ്ടാടാ അമ്പത്തൂരിന്റെ ഒരു വെല്ലുവിളി ഓർമ്മട്ടോ. പുറത്തോട്ടിറങ്ങാ കാണിച്ചു തരാം ഞാൻ ആരെന്ന്. നേരെ പുറത്തോട്ടിറങ്ങി കാലൻ ജോസ് അടിച്ച് കറക്കി അങ്ങിട്ട് അണ്ണൂന് എന്താ അണ്ണു എന്ത് പറ്റി അണ്ണു ഒരു മൂകത അണ്ണുവേ അണ്ണു അണ്ണു അയ്യോ അണ്ണുവേ ആ മതി JCB ആണ്. ഒരു മിനിറ്റ് സൈക്കിളെ വണ്ടിക്ക് ഓ പറയാ പോകുന്നു. വാസണ്ണ ഇല്ലല്ലോ വാസണ്ണ നാളായി കണ്ടിട്ട് എന്തൊരു വണ്ടി ഇത് കൊള്ളാൻ കേട്ടോ. പറഞ്ഞ ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഇല്ലടാ മാക്കേ. പറഞ്ഞോ നാളെ ഗ്യാങ് ഹൗസ് റിവീലിംഗ് ആണ് നമ്മളെ. ഓ ഓ ഓ ഇത് തരാറ് ഇതെന്താ നാളെ ഗ്യാങ് ഹൗസിന്റെ ലൊക്കേഷൻ എവിടെ ആയിട്ടാ വരുന്നേ? നിങ്ങളെ തൊട്ടടുത്ത അപ്പുറത്താ ടിവി ഡ്രസ് ഷോപ്പ് കഴിഞ്ഞാൽ അപ്പുറത്തന്നെ ആ ടോളിന്റെ തൊട്ട് മുമ്പ്. ഓ മനസ്സിലായി ടോളിന്റെ തൊട്ടും അപ്പം മറ്റേ CM-ന്റെ പഴയ ഗ്യാങ് ഹൗസ് അതാണോ? അല്ല ആ സെയിം ഗ്യാങ് ഹൗസ് ആണോ അതോ വ്യത്യാസം ഉണ്ടോ അവിടെ? വേറെ ആ ഓ സന്തോഷം സന്തോഷം വിളിച്ചതി സന്തോഷം. നാളെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന പോലെ ഇങ്ങോട്ട് ഇറങ്ങാം. നാളെ ഇച്ചിരി തിരക്കാണ്. അണ്ണം വന്നിട്ട് നമ്മളെ നേരെ എല്ലാരും കൂടെ വരാം. ഒന്നുമില്ല തെറ്റിക്കാത്ത റാമ്പൊന്നുമില്ലേ? ഇന്നലെ വരണമെന്നാ കരുതി. പക്ഷെ ഇന്നലെ നമ്മളൊരു വലിയൊരു ലൂപ്പിലൊരു വാറിൽ വിട്ടു. നിന്റെ മറ്റേ ഗേൾ ഫ്രണ്ട് ഹലോ ഇന്നലെ എന്തോ ലൂപ്പിൽ പെട്ടു പോയോ? ആ ഞങ്ങള് കണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വരാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും എല്ലാരും നാളെ വരണം. മോനെ 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 സ്നൈപ്പേ ഒരു മിനിറ്റ് മോനെ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. അപ്പം ഈ അപ്പൊ നാളത്തേക്ക് നാളെ അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ അതുപോലെ വരാം. സന്തോഷമുണ്ട് വിളിച്ചിട്ട് സന്തോഷം. പുതിയ വീട് വന്നതിൽ സന്തോഷം. നീ ഇപ്പൊ അടുത്തായ പോയി വരാലോ. അതെ ഇപ്പൊ ഇനിയിപ്പം അയൽക്കാരല്ല. ഇനിയിപ്പോ നമ്മളായിരിക്കും ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വരെയൊക്കെ ചെയ്യാം. സത്യം ഈ ഗ്യാങ് ഹൗസിന്റെ കണ്ണാടി നിങ്ങളെ തെറി വിളിക്കാലോ. ബാക്കി നിന്നെ തെറി വിളിക്കാലോടാ. ഇത് എന്താ ഇൻവെർട്ടർ ഇന്ന് അടിച്ചിട്ട് വരാത്തെ? ഓ പറ. ഇല്ല എന്തുറ്റി ഇല്ല. ആ എടാ നീ ഒരു അരേപ്പോലെ അടി മനസ്സിലായി. എന്നെ പോലെ നീയും കാട്ടുപൂച്ചയോ ഗ്യാങ് ഹൗസിൽ എടാ ഗ്യാങ് ഹൗസിന്റെ പേരെന്താ? കാട്ടുപൂച്ചയൊന്നുമല്ലോണാ? ഇത് അനങ്ങാത്ത ഞാൻ ഒറ്റ മിനിറ്റ് എടാ ഇത് എടാ നിങ്ങളൊരു കുറി തന്നില്ല അതിലങ്ങനെ കിടക്കുന്നത്. ചേക്ക് കുറി മാറിയാന്നത് കാട്ടുപൂച്ചെന്ന് കിടക്കുന്ന ഒരു കുറി.
എടാ യു ആർ ഇൻവൈറ്റഡ് ടു മൂവി പൂജ സെറമണി തക്കുട് പ്രൊഡക്ഷൻസ് കാട്ടുപൂച്ച. ഇവിടെ ഷേക്ക് അതാണ് തന്നത്, നീ സാധനം തന്നെ ഷാർക്കേ ഗ്യാങ്സിന് പേര് കിട്ടാ. സംസാരം തോന്നുന്നു സംസാരം തോന്നുന്നു അല്ലല്ലേ വന്നു കിട്ടിയിട്ടുണ്ട്. നിൽക്കുന്ന റേഡിയോ കയറാറുണ്ട്, ഇത്രയുള്ളോ? റേഡിയോ കയറാറുണ്ട്. എടാ റേഡിയോ ഉണ്ടാകണ എന്ന് ഇറങ്ങിയത് ഇപ്പൊ ഇവിടുത്തെ ഇത് കാരണം, ശബ്ദം കാരണം. ഞാൻ വെറുതെ പറഞ്ഞല്ലടാ. എടാ അളിയാ ഷേക്കില്ലേ ഷേക്ക്, ആദ്യം ഗ്യാങ് ഹൗസ് ഇൻവിറ്റേഷൻ കാർഡെന്ന് പറഞ്ഞ് കാട്ടുപൂച്ച സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു കാർഡായിരിക്കും എടുത്തു വന്നത്. കാര്യമായിട്ട് പറഞ്ഞ എടാ തമാശയല്ലേ, കാര്യമായിട്ട് പറഞ്ഞ ഞാൻ മാക്കിനെ വിളിച്ച കാര്യം പറഞ്ഞത്. എന്ത് പറ വധഭീഷണി ഉണ്ടേ. കുട്ടി വേറെന്താ? ഇതാരാ? ആ ഇവാന. ഓ എനിക്ക് ഈ സ്ത്രീകളുടെ പേര് ഒത്തിരി ഓർത്ത് വെക്കാറില്ലേ, ബിക്കോസ് ഞാൻ എന്റെ ലോറയുടെ പേര് അത്ര ഓർക്കാറുള്ളൂ, അതുകൊണ്ടാണ്. അതെന്തായാലും പോലോ, എന്തായാലും പോലോ, അതെന്തായാലും പോലോ ഉണ്ടോ, എന്തായാലും പോലോ. അതിന് വാസണം പറഞ്ഞല്ലോ, അതെന്തായാലും പോകും. സ്നൈപ്പിനൊക്കെ ഓക്കെയാണ്, സ്നൈപ്പിനൊക്കെ ഇഷ്ടമാണ് പോകുന്നത്. പറഞ്ഞാലേ പറഞ്ഞ ഹെൽത്ത് വാഷനോ വണ്ടി കൊണ്ട് പോകാൻ പോലും പറ്റില്ല, വണ്ടി ഇടിച്ച് അപ്പ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടോ? അതെ ഞാന് ഈഗോ ഗാരേജ് കേറിട്ടാ. എവിടാ ഈഗോ ഗാരാജ്? അതെവിടാ? സെയിൽസ്, വണ്ടിയുടെ സെയിൽസ്. ഓ അങ്ങനെ, ഓക്കെ 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 ഓക്കെ. നല്ല കാര്യമുള്ളിയാ, നല്ല കാര്യമുള്ളിയാ. ബേബി കുറച്ച് കാശ് മുടക്കാങ്കിലേ സിറ്റിയില് സ്വന്തമായിട്ട് നമുക്ക് ബിസിനസ് പിടിക്കാൻ പറ്റും. ഞാനും നീ മണിയനും. നമുക്ക് നമ്മുടെ ബാക്ക് ടു പരിപാടി, അവിടെ നിന്ന് സമയം കളയാനില്ല. ഹലോ ഈ മോട്ടിസൺ കൗണ്ട് നോക്കുക എന്തിനാ ബ്രോ?